ഇതിലെവിടെയാണ് നഗ്നത, ഇതിലെവിടെയാണ് ചീത്ത? ട്രൗസർ ഇട്ട് നടക്കുന്നത് ചീത്തയാണോ അമേരിക്ക ഇങ്ങോട്ട്? അപ്പൊ ഈ കേസ് നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പൊ ലോകത്ത് ഒരു സൈബർ നിയമം വന്നാൽ മാത്രമാണ് എല്ലാം പിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പിടിക്കാൻ പറ്റാത്തത്, ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ സാർ പറഞ്ഞില്ലേ, ഈ മൊബൈൽ ഫോണിൽ ലോട്ടറി അടിച്ച് പറഞ്ഞ മെസ്സേജ് വരുന്നുണ്ടെന്ന്. പക്ഷെ ലോട്ടറി അടിച്ച കേസ് കേരള പോലീസിന് തെളിയിക്കാൻ കഴിയാത്തത്, പിടിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, അതിന്റെ ഉറവിടം നൈജീരിയയാണ്. നൈജീരിയൻ ഫ്രോഡ്, നൈജീരിയൻ സ്കാം തന്നെയതിന്റെ പേര്. നൈജീരിയയിൽ മൊബൈൽ ഫോൺ ചൂതാട്ടം അല്ലെങ്കിൽ റമ്മി കളി എന്നൊക്കെ പറയുന്നത് നിയമവിധേയമാണ്. നമ്മളിപ്പോ KSFന്റെ ചിട്ടി എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ നൈജീരിയയിൽ ഇങ്ങനെ കമ്പനികളാണ്, ചൂതാട്ട കേന്ദ്രങ്ങളിലാണ്. അത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളെ നമ്മളെ ലോട്ടറി അടിച്ചുകൊണ്ട് പറ്റിച്ചാൽ നമുക്ക് ആ നൈജീരിയക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. ആളെ നിയമവിധേയമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. ആമസോൺ ₹1 ഒരു മൊബൈൽ ഫോൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ കാണാം. അല്ലെങ്കിൽ ഇന്നലെ വന്ന ഒരു മെസ്സേജ് കുറച്ച് ദിവസമായിട്ട് വരുന്നു, അമൂൽ എന്ന് പറയുന്ന കമ്പനി അമൂലിനെ കുറിച്ച് 5 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും, 20 ആൾക്ക് ഇത് ഷെയർ ചെയ്യണം. ഞാനും ചോദിക്കും, അമൂൽ നല്ല പ്രൊഡക്റ്റ് ആണോ? ഗുഡ്. അമൂൽ വെളുത്തതാണോ? യെസ്. ഇങ്ങനെ 5 ചോദ്യം. ഏറ്റവും അറിയാം 20 ആൾക്ക് ഷെയർ, ഈ ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ തകരാറെന്നറിയുന്നത്? അതോടുകൂടി നിങ്ങളുടെ മൊബൈൽ ഫോൺ ടാപ്പ് ചെയ്യപ്പെട്ടു, ചോർത്തപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോൺ മക്കൾ എന്താണ് ഉപയോഗിക്കുന്നതെന്ന്, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാനുള്ള ചങ്കൂറ്റങ്ങൾ കാണിക്കണം. നിങ്ങൾ വാട്സപ്പിനും ഫേസ്ബുക്കിനല്ല, നിങ്ങൾ ഭർത്താവിനോടാണെങ്കിൽ പോലും ഏതൊരാളോടും നിങ്ങൾ ഒരു കാരണവശാലും മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. നഗ്നത പ്രദർശിപ്പിക്കണം എൻ്റെ ഒരു അഭിപ്രായം. ഗൾഫിലുള്ള ഭർത്താക്കന്മാർ പിന്നെ എന്താ തിരിച്ചാൽ നിങ്ങൾക്ക് കണ്ടോളി എന്ന് പറയാറുണ്ട്. അതിനെന്തെങ്കിലും തകരാറുണ്ടോ എന്ന് വെച്ചാൽ തകരാറുണ്ട്. ഈ മൊബൈൽ ഫോണിൽ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഈ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മൾ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുമ്പോഴും ഈ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞ സാധനമാണ് സ്വിച്ച് വെറുതെ ഓണാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതും കാണിച്ചതുമായ പ്രവർത്തികൾ മുഴുവൻ ഈ മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ടാണ് അവരോട് പോലീസും വിദഗ്ധരും എപ്പോഴും പറയുന്നത്, മൊബൈൽ ഫോണിൽ ഒരിക്കലും നെറ്റ് ഓണാക്കി ഇടരുത്. നെറ്റ് എത്ര ഫ്രീ ആണെങ്കിലും നെറ്റ് ഓണാക്കി ഇടരുത്. ആവശ്യത്തിന് മാത്രമേ നെറ്റ് ഓണാക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഫേസ്ബുക്ക് തുറക്കണമെങ്കിൽ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ നെറ്റ് ഓണാക്കണം, നെറ്റ് ലോഗ് ഔട്ട് ചെയ്യണം. ജിമെയിൽ തുറക്കുമ്പോൾ ലോഗ് ഔട്ട് ചെയ്യണം, തുറന്നു കഴിഞ്ഞാൽ ലോഗ് ഔട്ട് ചെയ്യണം. വാട്സപ്പിൽ അങ്ങനെ ലോഗ് ഔട്ട് ഇല്ലാത്തത് കൊണ്ട് നെറ്റ് ഓഫ് ആക്കിക്കൊണ്ടിരിക്കും. ഈ നെറ്റ് ഈ മൊബൈൽ ഫോണിൽ ഓണാക്കി എടുത്തോളം കാലം ഏത് പൊട്ടനാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ പറ്റും. അപ്പൊ ഞാൻ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പാസ്വേഡും എന്റെ മുഖവും എന്റെ തമ്പും കൊണ്ട് ഇതിങ്ങനെ കൂട്ടിയിട്ടിരിക്കും. ഇന്നത്തെ പത്രം വായിച്ചു നോക്കിയത് ലോകത്ത് ഏറ്റവും കൂടുതൽ പാസ്വേഡ് ഏതാ തരങ്ങൾ? പാസ്വേഡ് നിൽക്കാൻ പോലും. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് 1 2 3, അല്ലെ 1 2 3 4 5 6, അല്ലെങ്കിൽ ഇന്ത്യ 1 2 3. ഇതാ ഒരു ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പാസ്വേഡ്. നിങ്ങളുടെ പാസ്വേഡ് ഏതാണ്? ഈ പാസ്വേഡ് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നെറ്റ് എത്ര ഫ്രീ ആണെങ്കിലും നെറ്റ് ഓണാക്കി പോകും. അപ്പൊ ഞാൻ പറഞ്ഞത് കളവാണ്. എന്താ പ്രശ്നം നിങ്ങൾക്ക് തോന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ആമസോൺ ₹1 നിങ്ങൾക്ക് മൊബൈൽ ഫോൺ തരുന്നു. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ അമൂൽ എന്ന് പറയുന്ന സ്ഥാപനം പാലിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ, ഈ ലിങ്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളെ വയസ്സെത്രയാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളെ ജോലി, ഭർത്താവ്, ഭാര്യ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. ഇനി നിങ്ങൾക്ക് സമ്മാനം അടിച്ചാൽ എന്തിനാണ് പൈസ തരേണ്ടത്? നിങ്ങളിങ്ങനെ സമ്മാനം അടിച്ചല്ലോ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ പറയും, 105 4873 മീഡിയാണ് അക്കൗണ്ട്, SBI വടകര. ഇനി വേറെ അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ വേറെ ഉണ്ട്, 15 25. മലയാളി ആഗ്രഹമുള്ള ആളാണല്ലോ, എങ്ങനെയെങ്കിലും ആരാന്റെ പൈസ ആക്കുമല്ലോ നമ്മൾ ആഗ്രഹം. എല്ലാം കൊടുത്ത് കഴിഞ്ഞ നിങ്ങളെ കഥ. ഇനി 20 ആൾക്ക് കൂടി ഇത് അയച്ചു കൊടുത്ത് അന്നപ്പെട്ട് നിങ്ങളോ നശിച്ച് ആ 20 ആളുകളെ കൊല്ലരുത്. എന്താ സംഭവിച്ചത്? നിങ്ങളെ മൊബൈൽ ഫോണിൽ ഈ ലിങ്ക് വർക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളെ മൊബൈൽ ഫോണിലുള്ള സകല ഡാറ്റകൾ എടുത്തിട്ട് വരുന്നത്, നിങ്ങളെ ഗാലറിയിലുള്ള ചിത്രങ്ങൾ, നിങ്ങളെ കോണ്ടാക്ട്സുകൾ, നിങ്ങളെ ഇമെയിലുകൾ, നിങ്ങളെ മൊബൈൽ വാട്സപ്പ്, പിന്നെ പോയി പണ്ടേ പോയല്ലോ. നിങ്ങളെ മൊബൈൽ ഫോൺ അത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര ആൾക്ക് മാന്യമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത്. നിങ്ങളെ മൊബൈൽ ഫോൺ എൻ്റെ അടുത്ത് കിട്ടിയാൽ എത്ര ആൾ നെഞ്ചിരിച്ച് നടക്കും? ഒറ്റ കുട്ടി നടക്കുന്നത്.
നിങ്ങളെ സ്വഭാവം ചിരിച്ചിരിക്കും ഇപ്പൊ നിൽക്കുമെങ്കിലും എന്റെ സ്വഭാവം കണ്ടാലും മരിക്കും. കാരണം ഞാനിതെല്ലാം പറയുന്നുണ്ടെങ്കിൽ എന്റെ ചാറ്റിങ്ങൾ കണ്ടാൽ ചിരിച്ച് മരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇവൻ തന്നെയാണോ ഇത് എന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചോർച്ച ഇവിടെ ഉണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇന്റർനെറ്റ് ബാങ്കിങ് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ വേറെ ഒരു പ്ലേ സ്റ്റോറിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ പൈസ പോകണമെങ്കിൽ ഒരു OTP എന്ന് പറഞ്ഞ സാധനം മനസ്സിലാകുന്നുണ്ട്. OTP വൺ ടൈം പാസ്വേഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. വൺ ടൈം പാസ്വേഡ് ഇല്ലാണ്ട് ഇപ്പൊ പൈസ പോകുന്നുണ്ട്. എങ്ങനെയാ പൈസ പോകുന്നത്? ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള മെസ്സേജുകൾ ചോർത്തപ്പെടുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മെസ്സേജ് ചോർത്തപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ OTP ചേർത്തപ്പെടുന്നുണ്ടോ? അപ്പോൾ മനസ്സിലായാൽ മതി. നിങ്ങളെ ഗാലറി ആയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് പറയാം. അപ്പൊ നിങ്ങൾ എന്റെ ഗാലറി പ്രശ്നമില്ല. എന്താ പ്രശ്നമില്ലാത്ത? ഞാൻ ഡിലീറ്റ് ചെയ്തിന്. ഞാനിങ്ങനെ വേറെ ഫോൾഡറിലാക്കിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇട്ട് കൂട്ടീനി. നിങ്ങൾ ഓർമ്മിച്ചോ? ഈ ആപ്ലിക്കേഷൻ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. മറ്റൊരു ഉദാഹരണത്തോടെ നിങ്ങൾക്ക് തെളിയിച്ചേ. നിങ്ങൾ എഴുതുന്ന വാട്സപ്പിൽ നമ്മൾ സാധനത്തിന് നമ്മൾ എടുക്കുക. എഴുതുന്ന വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ എന്താ പറയാ പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ എടുക്കുന്നു. ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു iCloud അഡ്രസ് വേണം. അപ്പൊ ഈ നമ്മളെ ഈ ജിമെയിലിലൂടെ നമ്മളിങ്ങനെ എഴുതുന്നു. പ്ലേ സ്റ്റോർ തുറക്കുന്നു. വാട്സപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പച്ച സാധനം വരുന്നു. അപ്പോൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ സാധനം കാണാം. ഇൻസ്റ്റാൾ ഞെക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി 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 ഇവിടെ വരും. ഒരു ഫോൺ നമ്പർ പറയൂ, ഇപ്പൊ പറഞ്ഞു കൊടുക്കും. ഒരു OTP വന്നു. അത് നിങ്ങൾ ഇവിടെ ഓട്ടോ റീഡിംഗ് ആണ്, റീഡ് ചെയ്ത് അങ്ങനെയല്ലേ. പിന്നെ വാട്സപ്പിൽ ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങളുടെ ഗാലറി ഞാൻ ആക്സസ് ചെയ്തിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ ഡെനി എന്ന് പറഞ്ഞാൽ വാട്സപ്പ് അങ്ങോട്ട് പോകില്ല. നിങ്ങളുടെ കോണ്ടാക്ട്സ് ആക്സെപ്റ്റ് ചെയ്യട്ടെ, വളരെ ഓക്കെ ചെയ്തോളൂ. നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യട്ടെ, വണ്ടർഫുൾ ചെയ്തോളൂ. അങ്ങനെ എല്ലാ സാധനവും ചെയ്തോളൂ. ചെയ്യൂല എന്ന് പറഞ്ഞാൽ അത് പിന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. എന്താണ് മനസ്സിലായത്? പക്ഷെ വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഗാലറിയുടെ ആക്സസ് അതിൽ വേണം. എന്നാലും ഗുഡ് മോർണിംഗ് എടുത്ത് നിങ്ങൾക്ക് വേറെ അയക്കാൻ പറ്റും. ഗാലറിയിൽ നിന്ന് എടുത്ത് അയക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ചെയ്യുന്നു. മാന്യന്മാരാവില്ല. ക്യാമറയുടെ ആക്സസ് ചെയ്യുന്ന വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ ക്യാമറയുടെ ആക്സസ് ഒലിക്ക് വേണം. വേണ്ടേ? അങ്ങനെ ഓരോന്നിന്റെ ആക്സസും വേണം. അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ശരിക്കും വാട്സപ്പ് കമ്പനിയിൽ ഒരു അന്തംപെട്ട ചങ്ങായി ഉണ്ട് എങ്കിൽ ഓന് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിലൂടെ നിങ്ങളെ ഗാലറി മുഴുവൻ കാണാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങളെ കോണ്ടാക്ട്സ് മുഴുവൻ ഓൻ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ പറ്റും. ഒരു ചെയ്യില്ല പറയുന്നത്. പക്ഷെ പറ്റുമോ ഇല്ലയോ? പറ്റും. അപ്പൊ അതുകൊണ്ടാണ് വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെറ്റ് ഓഫ് ആക്കിയിടുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ്. നിൽക്കട്ടെ, നിങ്ങളെ മൊബൈൽ ഫോണിൽ ടോർച്ച് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നാൽ ഞങ്ങൾ ഇന്ന് ടോർച്ച് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ടോർച്ച് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ 100 കണക്കിന് ഈ പ്ലേ സ്റ്റോറിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിലും ഈ പ്ലേ സ്റ്റോറിൽ എന്ത് ആപ്ലിക്കേഷൻ കൊണ്ടിടാം. മനസ്സിലായില്ലേ? അപ്പൊ ഞാനും ഇതിലൊരു ടോർച്ച് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടോർച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും മേലെയുള്ള ടോർച്ച് ഞെക്കി. അപ്പൊ അത് ചോദിക്കും ഇൻസ്റ്റാൾ ചെയ്യട്ടെ. അപ്പൊ ചെയ്തോളൂ. അതും ചോദിക്കും നിങ്ങളോട് കോണ്ടാക്ട്സ് ആക്സസ് ചെയ്യട്ടെ, അക്സെപ്റ്റ്. ക്യാമറ ആക്സസ് ചെയ്യട്ടെ, അക്സെപ്റ്റ്. നിങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്യട്ടെ, എല്ലാം എടുത്തോളി. എന്നാലല്ലേ ടോർച്ച് വർക്ക് ചെയ്യുള്ളൂ. ടോർച്ചിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കോണ്ടാക്ട്സ് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തേ ടോർച്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ പെർമിഷൻ മാത്രമേ വേണ്ടുള്ളൂ? ഈ ക്യാമറയുടെ ആപ്ലിക്കേഷൻ പെർമിഷൻ മാത്രമേ വേണ്ടുള്ളൂ. ടോർച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കത്തുവാന്നുള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെ ഈ ടോർച്ച് കത്താൻ വേണ്ടി മാത്രമുള്ള ആക്സസ് കൊടുക്കുന്ന സാധനം മാത്രമേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാവൂ. അല്ലാത്തത് നിങ്ങൾ ഡാറ്റ ചോർത്തുന്ന സാധനമാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പേപ്പറിൽ ഇപ്പം വായിച്ചു. ഇത് ഞാൻ പറഞ്ഞ കഥമാണെന്ന് വിചാരിച്ചോ? ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, വെറും വിടലാന്ന് വിചാരിച്ചു. പെഗാസസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ എഴുതി കണ്ടിട്ടുണ്ടോ? എന്താ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ? നിങ്ങളറിയാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് പെഗാസസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പുരാണത്തിലുള്ള പറക്കും കുതിരയുടെ പേരാണ് പെഗാസസ്. നിങ്ങളറിയാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആളുകൾക്ക് ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ അറിയാതെ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾ സംസാരിച്ചതും ചെയ്തതുമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും പെഗാസസിന്റെ സോഫ്റ്റ്വെയർ കൊണ്ടുപോകും. നിങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നത്, ഇതിലിപ്പോ എന്താ സംസാരിച്ചത്, നിങ്ങൾ ആർക്കാണ് വാട്സപ്പ് മെസ്സേജ് അയച്ചതെന്നൊക്കെ അയാൾക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അപ്രത്യക്ഷമാവുക.
അത്രയേറെ ഭീകരമായ ഒരു സോഫ്റ്റ്വെയർ ഉള്ള ലോകത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കും. നിങ്ങളെ മൊബൈൽ ഫോണിൽ പെഗാസസ് എന്ന് വേണ്ട, പെഗാ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ട് നമ്മുടെ ജീവിതം പോയോ? ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളെ മക്കൾ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കാറുണ്ടോ? യെസ് ഓർ നോ? ഒന്ന് വെച്ചത് പറ. വെരി ഗുഡ്. എത്ര മാസമായി കളിക്കുന്നത്? 6 മാസത്തിന് മേലെ നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ ഗെയിം കളിക്കുന്നു. ഏതാണ് നിങ്ങളുടെ മക്കൾ കളിക്കുന്ന ഗെയിം? പബ്ജി ആണോ? ഫ്രീ ഫയർ ആണോ? അല്ലെങ്കിൽ കാറിന്റെ ഗെയിമാണോ? അല്ലെങ്കിൽ സുഡോക്കു ലൂഡോ എന്ന് പറയുന്ന ഓൺലൈൻ ഗെയിമാണോ? ഇന്ന് മുതൽ നിങ്ങളുടെ മക്കളെ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഗെയിം കളിക്കാൻ സമ്മതിക്കരുത്. അത് കുട്ടികളെ പറഞ്ഞൊന്നും കാര്യമില്ല. നിങ്ങൾ വേണേൽ കളിച്ചു നോക്കി. ഇന്ന് മുതൽ എന്ത് രസമാണെന്നറിയോ? ആ പബ്ജി എന്ന് പറഞ്ഞ ഗെയിമുകൾ കാണണം, അല്ലെങ്കിൽ ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം കാണണം. ഒരു ദ്വീപിലേക്ക് 50 ആളെ കൊണ്ട് ഇറക്കുകയാണ്. ഈ 50 ആളും തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്ത് അവസാനം ജീവിക്കുന്ന ആളാണ് ആ യുദ്ധത്തിൽ വിജയിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഞാനും കളിച്ച ഭയങ്കര ത്രില്ലിംഗ് ആണ്. അത്രയേറെ ഗംഭീരമായിട്ടാണ് അത് ഒരു ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങളെ മക്കൾ ഈ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നത് കണ്ടിട്ട് നല്ലോണം കളിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ആദ്യമൊക്കെ വളരെ ഫ്രീയാണ്. ആദ്യമൊക്കെ ലൈഫ് ഇഷ്ടം പോലെ ഉണ്ടാവും. അവിടെ ലൈഫ് പോകും, വീണ്ടും കളിക്കും. അങ്ങനെ 6 മാസം ആകുമ്പോഴേക്ക് ഈ കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ കളിക്കാതെ പറ്റാതാവും. അങ്ങനെ 3 ലൈഫൊക്കെ കഴിയുമ്പോൾ പിന്നീട് ലൈഫ് കിട്ടണമെങ്കിൽ ഇതിന് പൈസ വേണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ 1000 രൂപ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് തൂങ്ങിച്ചെത്ത 9ാം ക്ലാസ്സുകാരനും എറണാകുളത്ത് 4.5 ലക്ഷം രൂപ അച്ഛന്റെ പൈസ നഷ്ടപ്പെടുത്തിയ ചെക്കനൊക്കെ ജീവിക്കുന്ന നാടായി മാറിയത് ഈ ഒരു ഗെയിമിന് അടിമപ്പെട്ടു പോയത്. നിങ്ങളെ മക്കൾ ഒരു കാരണവശാലും തമാശക്ക് പോലും ഒരു പറമ്പ് കളിക്കട്ടെ, ഒരു ബോൾ വാങ്ങിച്ചു കൊടുത്ത്, സൈക്കിൾ വാങ്ങിച്ചു കൊടുത്ത്, ഉള്ള ക്രിക്കറ്റ് മുഴുവൻ പറമ്പ് പോയി കളിക്കട്ടെ, കൂട്ടുകാരോടൊപ്പം കളിക്കട്ടെ, ഉല്ലസിക്കട്ടെ വരും. അല്ലാണ്ട് മൊബൈൽ ഫോൺ ഗെയിം കളിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിങ്ങളുടെ മക്കളെ ഒരു കളിച്ചാൽ എന്താ തകരാറെന്നറിയോ? സിമ്പിളായിട്ടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അധ്യാപകന്റെ മുട്ടുകാല് തല്ലി ഓടിച്ച കുട്ടിയെ കണ്ടില്ലേ? അച്ഛന് കള്ളു കുടിക്കാൻ പൈസ കൊടുക്കാത്തതിന് കഴുത്ത് പിടിച്ച് മേരിച്ച കുട്ടിയെ കണ്ടില്ലേ? 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഒന്നിച്ച് കളിക്കുമ്പോൾ കളിക്കിടയിൽ വഴക്കുണ്ടായതിന് ആ കുട്ടിയുടെ കഴുത്ത് പിടിച്ച് മേരിച്ച് കളിച്ച 10ാം ക്ലാസ്സുകാരനെ കണ്ടു. എന്നിട്ട് വാട്സപ്പിൽ ഇട്ടല്ലോ. കൊല്ലം ജില്ലയിലെ 9ാം ക്ലാസ്സുകാരനെ നീന്തൽ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയിട്ട് നീന്തൽ അറിഞ്ഞൂടാത്ത മുങ്ങിത്താവുമ്പോൾ വീണ്ടും ചവിട്ടി താഴ്ത്തി കൊന്ന 9ാം ക്ലാസ്സുകാരനെ കാര്യങ്ങൾ കണ്ടു. ഇത് കാണാതെ പോകരുത്. കാരണം എന്താണെന്നറിയോ? ഇത് നാളെ നിങ്ങളെ മക്കൾക്ക് എന്റെ മക്കൾക്ക് പറ്റും. കാരണം ഈ മൊബൈൽ ഫോണിൽ ഒരു കളിക്കുന്നത് എന്താണെന്നറിയോ? എതിരെ വരുന്ന ആളുകളെ മുഴുവൻ ബോംബെറിഞ്ഞ് കൊല്ലുന്ന, എതിരെ വരുന്ന ആളുകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുന്ന, എതിരെ വരുന്നവരെ ചവിട്ടി വീഴ്ത്തുന്ന, പിടിക്കാൻ വരുന്ന പോലീസിനെ തെറിപ്പിച്ചോടുന്ന ഒരു കളിയാണ് ഇവര് മൊബൈൽ ഫോൺ കളിക്കുന്നത്. അങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ ഉമ്മ, ഉപ്പ, പാപ്പ, അച്ഛൻ, അമ്മ ഒന്നും ഉണ്ടാവില്ല. എതിരെ വരുന്നവനെ മുഴുവൻ വെട്ടിപ്പരിപ്പിക്കുക, എതിരെ വരുന്നവനെ മുഴുവൻ ബോംബെറിഞ്ഞ് കൊല്ലുക. ഞാനിത് പറയാൻ കാരണം തിക്കോടിയിലുണ്ട്. ഞാൻ നിങ്ങളെ എന്റെ ഇവിടെ വന്നാല് 26 കുട്ടികൾ മൊബൈൽ ഫോൺ ഗെയിമിന് അടിമപ്പെട്ട വടകര താലൂക്കിലെ കുട്ടിയെ ഞാൻ കാണിച്ചായിരുന്നു. എന്റെ അടുത്ത് വന്ന കുട്ടികൾ. അത് ഇവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടിക്ക് ഒരു ട്രോഫി ഞാനും കൊടുത്തിരുന്നു. എനിക്ക് കൊടുക്കാൻ പറ്റി, ഞാൻ കൊടുത്തു. +2 ഒരു 100% മാർക്ക്. അപ്പോഴും ഒരു അവാർഡ് എനിക്ക് കൊടുക്കാൻ പറ്റി. ആ നാട്ടിൽ ഞാൻ 2 കൊല്ലം മുമ്പേ മൊബൈൽ ഫോണിൽ കാശ് കൊടുത്തപ്പോൾ ആ അമ്മ പറഞ്ഞു, എന്റെ മോനെ ഞാൻ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, അവൻ ഭയങ്കര അടിയുണ്ട്, ഓൻ അങ്ങനെയൊന്നും കളിക്കില്ല. ആ കുട്ടിക്കാണ് A+ കിട്ടിയത്. +2 പഠിക്കുമ്പോൾ 100% മാർക്ക് കിട്ടിയത്. ആ വോട്ടെടുക്കുന്ന സമയത്ത് ഞാനും സാറും കൂടി പയ്യോളി സ്കൂളായിരുന്നു കുട്ടി. അപ്പൊ ആ അമ്മയെ ഞാൻ കണ്ടു. ഞാൻ അമ്മയെ കണ്ടപ്പോൾ അമ്മ എന്നോട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോന് പേടിയാണ്? കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ആദ്യ 10 റാങ്ക് എഞ്ചിനീയറിംഗിൽ വാങ്ങിയിട്ടോ പാസ്സായി. ഓന് കോളേജ് ക്യാമ്പസിൽ ഒരു ജോലി കിട്ടി, ലക്ഷങ്ങൾ വിലയുടെ ജോലി. ഞാൻ ചോദിച്ചു, ഇപ്പൊ ഒരിടുണ്ട്? ഇപ്പം ഓനെന്റെ വീട്ടിലുണ്ട്. പോലീസ് നിങ്ങളൊന്ന് വീട്ടിൽ വിട്ടു. ഞാൻ വിചാരിച്ച് ജോലി കിട്ടിയ സന്തോഷത്തിന് വീടുമാറ്റം തന്നെ വിളിച്ചതെന്ന് വിചാരിച്ചു. ഞാൻ ആഹാരം കൊടുത്ത് ഞാൻ ആ അമ്മേന്റെ പുറകെ പോയി. അപ്പൊ പോണ പോൾക്ക് പറഞ്ഞു, ഇപ്പൊ എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് എന്റെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് രാത്രി വെടിപൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. രാത്രി എന്തെങ്കിലും യുദ്ധം നടക്കുന്ന പോലെ പാത്രങ്ങൾ തട്ടി വീഴുന്നുണ്ട്.
ഓനിപ്പോൾ പുറത്തിറങ്ങാറില്ല. നമ്മളൊക്കെ വാതിൽ മുട്ടുമ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു ദേഷ്യമാണ്, വെറും ദേഷ്യം. കണ്ട സാധനം എടുത്ത് ഒക്കെ ഒന്ന് എറിയുന്നുണ്ട്. എന്നെ ഉപദ്രവിക്കുന്നു, അവന്റെ ബാപ്പാനെ ഉപദ്രവിക്കുന്നു. വാതിൽ തുറക്കുന്നു. നിങ്ങൾ ഈ അവാർഡെല്ലാം കൊടുത്തോണ്ട് നിങ്ങളൊന്ന് വാതിൽ മുട്ടിയൊക്കെ എനിക്ക് അന്നേരം തന്നെ മനസ്സിലായി ഇവന്റെ കൈകൊണ്ട് വായിക്കുവാനാണല്ലോ പഠിച്ചോനെ. പിന്നെ ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് പിൻവാങ്ങാനും പറ്റാണ്ടായിപ്പോയി. എന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിപ്പോയത്. ഞാൻ രണ്ടും കൽപ്പിച്ച് ആ വാതിൽ ഒരൊറ്റ മുട്ടാണ്. വാതിൽ മുട്ടിയതും വാതിൽ തുറന്നതും ഞാൻ കണ്ട കാഴ്ച ഉണ്ടല്ലോ. മുടിയൊക്കെ ജട പിടിച്ചിങ്ങനെ ഒരു 5-8 മാസം മുറിക്കാതെ രക്തക്കണ്ണുകളുമായി ഇങ്ങനെ എന്തൊക്കെ ഒരു വികൃത സ്വഭാവം എടുക്കണം. അവരുടെ കൈ കിട്ടിയ ഒരു സാധനം എടുക്കണം, ഒറ്റ ഏറാണ്. ഞാൻ എന്തോ ഒരു ഡിസീവ് കൊണ്ട് അപ്പൊ എനക്ക് കൊണ്ടില്ല. ഞാനൊരു ഒറ്റ ഓട്ടം എനക്കാകുന്ന പോലെ ഞാൻ ഓട്ടം. ആ അമ്മ എന്റെ പറഞ്ഞു കൂടി. എന്നിട്ട് ആ അമ്മ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓടരുത്, നിങ്ങൾ വലിയ പോലീസല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഞാൻ ഏറിന് മുമ്പ് പോലീസിനൊന്നും ഇല്ലാലോ. അങ്ങനെ ഞാൻ ആ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ CS ആരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും കെല്ലന്മാരായിട്ടുള്ള ഒരു 5 പോലീസുകാരെ കൂട്ടി ആ വീട്ടിലേക്ക് പോയിട്ട് വാതിൽ തുറന്ന് ഓനെ പിടിച്ച് കൂട്ടി കോഴിക്കോട് ഒരു മെന്റൽ ആശുപത്രി ചികിത്സയിലായി. 2 ഉറക്കം കൊടുത്തിട്ട് അവൻ ഉറങ്ങിയില്ല പോലും, ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവൻ ഉറങ്ങിയില്ല പോലും. 10 ദിവസത്തിന് ശേഷമാണ് ഡോക്ടർമാർക്ക് അവൻ ഉറക്കാൻ കഴിയുന്നത്. 26 ദിവസത്തിന് ശേഷം ചെറുതായി ചെറുതായി ജീവിതത്തിലേക്ക് പതിയെ പതിയെ കടന്നു വരുന്നു. രക്ഷപ്പെടുന്നു ഇനിയും പറയാനായിട്ടില്ല. എന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള 10ാം ക്ലാസ്സുകാരൻ കൊറോണ വന്നപ്പോൾ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ അമ്മ അവരോട് പുറത്തൊന്നും ഇറങ്ങേണ്ട പറഞ്ഞ് റൂമിലിട്ട് കൂട്ടി പഠിപ്പിച്ചു. പക്ഷെ അമ്മ മറന്നു, എന്താ പഠിക്കുന്നതെന്ന് നോക്കാൻ അമ്മ മറന്നുപോയി. ദിവസം 50 രൂപയുടെ റീചാർജും ചെയ്തു കൊടുത്തു. 6 മാസത്തിന് ശേഷം 500 രൂപ റീചാർജ് ചെയ്യാൻ ഇപ്പൊ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മക്കറിയില്ല. അമ്മ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കടമായി 500 രൂപ റീചാർജ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ മൊബൈൽ ഫോൺ ഇല്ല എങ്കിൽ അമ്മ അടിക്കും, വാതിൽ തുറക്കൂല, തിന്നൂല. അവസാനം ഇത് സൂക്കടാന്ന് അമ്മ എഴുതുമ്പോൾ ഇത് മൊബൈൽ ഫോൺ അഡിക്ഷന്റെ ലെറ്ററാന്ന് മനസ്സിലായപ്പോ ഇവൻ വാതിൽ തുറക്കുമ്പോൾ അവൻ ഡ്രസ്സ കഴിച്ചിട്ടാണ്. ഏറ്റവും എനിക്ക് മേല് മുഴുവൻ പുകയെന്നമ്മ, ഇങ്ങോട്ട് വരരുതമ്മ എന്ന് പറയുമ്പോൾ അമ്മ ഏറ്റവും സൂക്കടാന്ന് വെച്ചിട്ട് വാതിൽ ഉള്ളിൽ തുറക്കില്ല. സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് A+ എന്റെ മക്കളുടെ വിജയത്തിന്റെ അടിസ്ഥാനം. മക്കളും ചെയ്യുന്ന ഓരോ 18 വയസ്സ് വരെ മക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവില്ല. സൈബർ നിയമം വലിയ ശക്തമായിട്ടുള്ള കാര്യമുണ്ട് ഇല്ല. അതുകൊണ്ട് ഇന്ന് മുതൽ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? നിങ്ങളെന്താ മൊബൈൽ ഫോണിൽ ഗെയിമിന് അടിമപ്പെടാതിരുന്നത്? നിങ്ങളെ മക്കൾ എന്താ ഗെയിമിന് അടിമപ്പെട്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വായിച്ചു വരുന്നത് മായാവിയായിരുന്നു, കബീഷായിരുന്നു, ഉട്ടൂസനായിരുന്നു. ഉട്ടൂസ് അങ്ങനെ അത് ഓഹരിയും കുട്ടിച്ചാത്താന്ന് വിചാരിച്ചാൽ ഓടി വരുന്ന മായാവിയുടെ കഥ അങ്ങനെ ഞാൻ പഠിച്ചത്. സ്കൂളെ പുസ്തകം പഠിക്കാൻ താല്പര്യമില്ലെങ്കിലും ഇതൊക്കെ പഠിച്ചു. നിങ്ങളെ മക്കളെന്താ എതിരെ വരുന്ന ആളുകളെ മുഴുവൻ വെടിവെച്ച് വീഴ്ത്തുന്ന നമ്മളെ മക്കൾ പഠിച്ചത്. അതുകൊണ്ടാണ് അധ്യാപകൻ ഇംഗ്ലീഷ് പരീക്ഷയിൽ എത്ര മാർക്ക് പറഞ്ഞു പോയതിന് ചോദ്യം ചെയ്തപ്പോ ഇവന് വേറൊന്നും അറിയില്ല. ഇവന് അടിച്ച ശീലം മുട്ടുകന് തച്ചടിച്ചു. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാതെ കൊടുക്കാത്തതിന് അമ്മയുടെ തലക്കടിക്കാൻ കഴിയുന്നത് എതിരാളികളെ മുഴുവൻ തല്ലി ശീലിച്ച വെടിവെച്ച് ശീലിച്ച മകനാണ് നിങ്ങളുടെ മകൻ. അപ്പൊ നിങ്ങളുടെ മകന്റെ കൈ കൊണ്ട് തല്ലണോ മരിക്കണോ ചാവണോ എന്നല്ല നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരാഴ്ചയാണ് ഇനി നിങ്ങളുടെ മക്കൾക്ക് ഭ്രാന്തുണ്ടോ നിങ്ങൾ വെറുതെ നോക്കി. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഭ്രാന്തുണ്ടോ? നിങ്ങൾക്കുണ്ടോ ഭ്രാന്ത്? അതുകൊണ്ട് പറഞ്ഞിട്ട് നോക്കി ഭ്രാന്തോട് ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വർക്ക് പോയിക്കൂടി. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് രണ്ടേ രൂപത്തിനാണ്, ഒന്നും ഉണ്ട് കലത്തിലില്ല. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾ ഉണ്ടോ? അതിന് ആ സ്വഭാവം ഒന്നും കൂടി നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഇല്ല. കുറെ ഉറപ്പില്ല. കുറെ നോക്കുണ്ടാവും, ഇവർക്കുണ്ടാവും, ഇവർക്കുണ്ട്, എനക്കുണ്ടോ, അങ്ങനെയാണ്. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഇല്ലെന്നൊന്നും നിങ്ങൾക്ക് തീരുമാനിക്കാൻ. മൊബൈൽ ഫോണിന് ഭ്രാന്തുണ്ടോ നോക്കണം വളരെ സിമ്പിളാണ്. എങ്ങനെയാണെന്നറിയോ? നിങ്ങളെ മൊബൈൽ ഫോൺ 10 മീറ്റർ അപ്പുറത്ത് വെക്കുക. നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഒരു 15 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വരാൻ ഇപ്പം നടക്കാത്തില്ല. ഇപ്പൊ നിങ്ങൾ 15 മീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് അതിന് PP എന്ന നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തുള്ളി എണീറ്റിട്ട് ആരാണ് എന്നിങ്ങനെ നോക്കുന്നുണ്ട് എങ്കിൽ, കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഫോൺ വയ്ക്കുമ്പോൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വരാനുണ്ട്. ഭർത്താവ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഭർത്താവിനെ ശ്രദ്ധിക്കും, ഇങ്ങനെ ശ്രദ്ധിക്കും. ഭർത്താവ് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഭർത്താവിന് മിസ് കോൾ വന്നോ? ഇല്ല.
ഒരു മെസ്സേജ് വന്നോ? ഇല്ല. എന്തെങ്കിലും വന്നോ? ഇല്ല. ഇങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ 3 പ്രാവശ്യം മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം. എന്നിട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ സ്റ്റാറ്റസ് എത്ര ആൾ കണ്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ നോക്കാം. സ്റ്റാറ്റസ് കാണുന്ന ആളുടെ എണ്ണം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തോ ഒരു സന്തോഷം പൊന്തി വരുന്നുണ്ടോന്ന് തോന്നുന്നു. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ട് ലൈക്ക് കൂടുമ്പോൾ സന്തോഷം വരുന്നുണ്ടോന്ന് നോക്കുക. മക്കൾ A+ നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടി പഠിപ്പിൽ താഴോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്ത് പറയുമ്പോൾ ധിക്കാരം പറയുക. കുട്ടികളോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ കാര്യം നോക്കട്ടോ, ഇങ്ങനെ പെട്ടെന്ന് വയലന്റ് ആവുക. കുളിക്കാൻ മടി, ഭക്ഷണം കഴിക്കാൻ മടി, എപ്പോഴും റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുക. കല്യാണത്തിന് പോകാൻ പറഞ്ഞാൽ പോകാടുക്കുക, പീഡിയ പോകാൻ പറഞ്ഞാൽ പോകാടുക്കുക. മൊബൈൽ ഫോൺ കൊടുത്താൽ വളരെ സന്തോഷം ഉണ്ടാവുക. ഈ ഒരു സ്വഭാവങ്ങളെ മക്കൾക്കുണ്ടോ നിങ്ങൾ നോക്കണം. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വഭാവങ്ങൾ മക്കൾക്ക് ഉങ്ങൾക്കും ഉണ്ട് എങ്കിൽ ഇതാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം. ഇതിന്റെ ശാസ്ത്രം നാമ നോമോഫീബിയ എന്നാണ്. നിങ്ങളെ മക്കൾക്ക് നോമോഫീബിയ ഭ്രാന്ത്, ഇതിന്റെ പച്ച മലയാളം ഭ്രാന്ത് എന്നത്. അതിന് മക്കളെ പഠനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബെഡ്റൂമിലേക്ക് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും നിങ്ങൾ ആദ്യം കൊണ്ടുപോകാണ്ടിരിക്കുക. അത് മക്കൾ കണ്ടു വളരട്ടെ. മക്കൾ മൊബൈൽ ഫോണൊക്കെ പൊതുസ്ഥലത്ത് വെക്കുക, മേശപ്പുറത്ത് വെക്കുക, പഠിക്കുക. നിങ്ങൾക്ക് സ്കൂട്ടർ ഭയങ്കര ഇഷ്ടമല്ലേ? സ്കൂട്ടർ വളരെ ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങൾ ബെഡ്റൂമിന്റെ തർക്കത്തിലാണോ ഉണ്ടാക്കാൻ? അല്ലല്ലോ, അതിന് സ്ഥലമുണ്ട്. സ്കൂട്ടർ ഓടിക്കുമ്പോൾ അവിടെ പോകണം. നിങ്ങളെ വീട്ടിൽ കത്തിയില്ലേ? കത്തി കൊണ്ട് ഉപയോഗിച്ച മുറിവ് നിങ്ങൾ മക്കളെ പഠിപ്പിച്ചില്ലേ? മക്കളെ കൈമുറിന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കത്തി എടുത്തിട്ട് പെട്ടിട്ട് കൂട്ടിയോ? ഇല്ല. ചെറുപ്പത്തിലെ കുട്ടിയോട് പറഞ്ഞു മോനെ കളിക്കണ്ട കേട്ടോ, മുറിഞ്ഞ അറ്റു. അതുകൊണ്ട് എന്റെ മക്കൾ കത്തിയെടുത്ത് കളിക്കാറുണ്ടോ? കത്തിക്ക് ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് കത്തി വെക്കുക. അതേപോലെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ഇതിന്റെ ആപത്തിനെ കുറിച്ച് കുട്ടികളോട് പറഞ്ഞു ഒരു സ്ഥലത്ത് വെക്കാൻ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങളെടി മൊബൈൽ ഫോൺ വെക്കാറ് തലേണേന്റെ അടുത്തല്ലേ? എന്തിനാ തലേണേന്റെ അടുത്ത് വെക്കുന്നത്? നിങ്ങളെ ന്യായം തന്നെ. മരിച്ച വിവരാറ്റം വന്നാൽ പെട്ടെന്ന് അറിയണ്ടേ? അപ്പൊ മരിച്ച വിവരാറ്റുന്ന സാധനമാണ് ഇത്. അല്ല, രണ്ടാമത്തത് നിങ്ങൾ പറയും ടോർച്ച് കത്തിക്കാൻ. 10 രൂപയ്ക്ക് ടോർച്ച് വാങ്ങാൻ കിട്ടും. തലേന്റെ അടുത്തെല്ലാം വെച്ചോളി ടോർച്ച്. മൊബൈൽ ഫോൺ ഒരു കാരണവശാലും തലേണേന്റെ അടുത്ത് വെക്കേണ്ട ഉപകരണമല്ല. പൊതുസ്ഥലത്ത് വെക്കാൻ നിങ്ങൾ പ്രാപ്തി ഉണ്ടാക്കണം. കമ്പ്യൂട്ടർ പൊതുസ്ഥലത്ത്. മക്കളെ ഒരു കാരണവശാലും ബെഡ്റൂമിൽ കിടത്താനേ പാടില്ല. കുറെ സമയം മക്കൾ നിങ്ങളോട് തന്നെ ഇരിക്കല്ലേ. പഠിക്കല് അച്ഛനും ബാപ്പയും ഉമ്മയും ഒക്കെ കാണുന്ന സ്ഥലത്താവണ്ടേ പഠിക്കല്. ഇവരെന്താ പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. 17 വയസ്സിൽ അന്തപ്പെട്ട ബുദ്ധിയാണ്. കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടിയുടെ ആവറേജ് വയസ്സ് 10 വയസ്സായി മാറിയെങ്കിൽ 10 വയസ്സാകുന്ന മക്കൾക്ക് പ്രായമെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട പ്രായമായി എന്നർത്ഥം. രാത്രി ഒറ്റ കേടിയും വിടാണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് പോകുന്ന സംസ്കാരം ഉണ്ടായിരുന്നു. 18 വയസ്സായിട്ട് ഒറ്റയ്ക്ക് പോട്ടെ. ഇങ്ങനെയൊക്കെ ചുപ്പങ്ങളിലേക്ക് ഇതെല്ലാം പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമല്ല. മകന്റെ കൈപിടിച്ച് നടത്തുന്നത് പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമല്ല. പരസ്പരം ചിരിക്കുന്നത് മോശം സ്വഭാവമല്ല. അങ്ങനെ പരസ്പരം ചിരിക്കാനും സംസാരിക്കാനും ഒന്നിച്ച് ഇരുന്ന് കഥകൾ പറയാനും പ്രാപ്തിയുള്ള ഒരു കുടുംബ അന്തരീക്ഷങ്ങളെ വീട്ടിലുണ്ടാവും. അതുകൊണ്ട് ഇന്ന് മുതൽ മൊബൈൽ ഫോൺ എൻ്റെ വീട്ടിൽ ഞാനിത് തുടങ്ങിയിട്ടില്ല കേട്ടോ. നല്ല രസമാണ്. എൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഫോൺ ഇവിടെ വെക്കണം. അത് ചോദിച്ചിന് അമ്മയോട് 90 വയസ്സിൽ അമ്മയോട് പറഞ്ഞ ഫോൺ ഇവിടെ വെക്കണം. അമ്മ 90 ഞാൻ എന്താകാനാണ്? ഞാൻ പറഞ്ഞു നിങ്ങൾ ഒളിച്ചുകൂടുക, പേടിയുണ്ട്, ഇവിടെ വെക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒളിച്ചുകൂടിയത് മൊബൈൽ ഫോണിലൂടെയാണ്. അപ്പോൾ 90 വയസ്സിലെ ഫോൺ അമ്മ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒളിച്ചുകൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും വീട്ടിൽ വെച്ച് ഞാൻ വെച്ച് ഇപ്പൊ എൻ്റെ വീട്ടിൽ വന്ന ആർക്കും ഫോൺ വേണ്ട. എൻ്റെ ഫോൺ എൻ്റെ മോനെടുക്കാം, എൻ്റെ ഭാര്യക്ക് എടുക്കാം, എൻ്റെ അമ്മക്ക് എടുക്കാം, ആർക്കും എടുക്കാം. ആദ്യം ലൈഫ് കിട്ടുന്നത് നല്ല രസമാണ്. ഓക്ക് ഫോൺ വരുമ്പോൾ ഒറ്റ പോക്കാണ് കട്ടിൻ്റെ അടിയിലേക്ക്. പിന്നെ ഓളെ കാണുന്നില്ല. അമ്മക്ക് ഫോൺ വന്നാൽ അമ്മക്ക് ഉപ്പയിലേക്ക് പോകും. പക്ഷെ നല്ല രസമാണ്. കട്ടിൻ്റെ അടിയിലേക്ക് പോകേണ്ട എൻ്റെ വീട് നല്ല വൃത്തി ഉണ്ടായിരുന്നു. കാരണം കട്ടിൻ്റെ അടിയിൽ നമ്മൾ വണ്ണാമ്പിലെല്ലാം തട്ടുക. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ വരുമ്പോൾ അമ്മ കുപ്പയെ പോകുന്നതുകൊണ്ട് കുപ്പേന്റെ സൈഡിലുള്ള പുല്ലെല്ലാം പറിക്കും ഫോൺ വെച്ചുകൊണ്ട്. ഞാൻ പിന്നെ ഫോൺ വരുമ്പോൾ എടുത്തേക്കെങ്കിലും അങ്ങ് ഓടും. ഇത് കണ്ടിട്ട് എൻ്റെ മക്കൾ ചേർന്നിട്ട് ഫോൺ വരുമ്പോൾ എടുത്തേക്കെങ്കിലും ഓടണം. അങ്ങനെയാണ് വിചാരിച്ചത്. ഇപ്പൊ അങ്ങനെ എന്തെല്ലാം മാറ്റി വീട്ടിലേക്ക് വെച്ചപ്പോ 1-2 പ്രശ്നമുണ്ട് കേട്ടോ വീട്ടിൽ. ഒന്നിപ്പോ കട്ടിൻ്റെ അടി പോയി കൂടെ വണ്ണാമ്പിലെ കുത്തിന് കുപ്പേക്കാട് നിറഞ്ഞിന്. എന്നാലും സാരമില്ല, വീട്ടിൽ സമാധാനം. എൻ്റെ ഫോൺ വരുമ്പോൾ ആർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ ഒരു ടെൻഷനില്ല. ഭാര്യയുടെ ഫോൺ എനിക്ക് എടുത്തിട്ട് 2 കണ്ടുകൊണ്ടിരുന്ന മക്കൾക്ക് ഇതൊന്നും വിഷയമില്ല. അത് മാത്രമാണ് മക്കളെ ഈ ലോകത്ത് നിന്ന് കരപിടിച്ചു കൊണ്ടുവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. രക്ഷാകർത്താക്കൾ കുട്ടികളുടെ ഹീറോയായി മാറുക.
മക്കളെ രാജാക്കന്മാരായി വളർത്താതെ മക്കളായി വളർത്തുക. വീട്ടിലുള്ള സകല ആളോട് ചിരിച്ചും സംസാരിച്ചും ഇങ്ങനെ വളരും. മക്കള് വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ ഞാനെല്ലാം ഒറ്റ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം. മക്കൾ എങ്ങനെ വളരണമെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരു സാധനം ഒറ്റ കാര്യമാണ്. വീട്ടിൽ നമ്മൾ ഒരു പൂച്ചേനെ പോലെ വളരാണ്ട്, പൂച്ചേൻ്റെ വിചാരം പൂച്ചയാണ് വീട്ടിലെ രക്ഷാധികാരികൾ. പക്ഷെ അതേസമയം നായാണെങ്കിൽ വീട്ടിൽ നായ ഉണ്ടെങ്കിൽ ആര് വരുമ്പോൾ നായ ഓടിക്കും. അതേപോലെ മക്കള് വീട്ടിൽ ഏത് ചലനങ്ങളും അറിയുന്ന, അച്ഛൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന, ബാപ്പയുടെ പ്രോബ്ലം അറിയുന്ന ഒരു മനുഷ്യ കുട്ടിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 94-97-200 എന്നൊരു ചിരി എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളെ മക്കളുടെ പ്രശ്നങ്ങളെല്ലാം പറയാൻ പറ്റും. ചിരി പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ പോലീസിന്റെ ചിരി. 112 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങളെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. 1090 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500-26 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് അന്നേരം ആ നിമിഷം രാത്രിയൊന്നും നോക്കണ്ട, ഏതെങ്കിലും സൈബർ പോലീസ് സ്റ്റേഷനിലോ ഈ 500-26 എന്ന് പറയുന്ന നമ്പറിലേക്ക് വായിക്കണം. എന്തായാലും ആരും ഇനി ഒരു തടതാഴ്ത്തപ്പെട്ട ജന്മമായി മാറാതിരിക്കട്ടെ, ആരുടെ മക്കളും നശിച്ചു പോകാതിരിക്കട്ടെ, എല്ലാവരും തലവർത്തി പിടിച്ച് ചിരിച്ചുകൊണ്ട് ഈ മണ്ണിലൂടെ നടക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം ഒരുക്കിയ